ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു പൗലോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ രാവിലെ ഒരു പൊട്ടത്തരം കാണിച്ചിട്ട് ഇത്രയും മന്ദബുദ്ധിയാണോ ഇത്രയും പൊട്ടിയാണോ എന്ന് വിചാരിക്കാം. അൽഷിമേഴ്സ് ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. കാരണം നമ്മളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നമ്മളൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ചിലരെ കണ്ടിട്ടില്ലേ, എല്ലാം അറിയത്തില്ല അതും അറിയാമെന്ന് എല്ലാം ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയാം എന്ന് പറഞ്ഞോണൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന് പറ്റിയത് അതിന് ലാസ്റ്റ് നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടെന്നൊരു ഒറ്റ പറഞ്ഞാൽ മതി. അല്ലേ മെൻ്റലാണ്. ഈ രണ്ട് കാര്യമാണ് പറയാറല്ലേ. ഒത്തിരി ദുഷ്ടതരങ്ങൾ ഓരോ എന്നാ പറയുന്നത് ക്രിമിനൽ പരിപാടികളൊക്കെ കാണിക്കും. നമ്മൾ ഈ ഇതിനകത്ത് കാണുന്നതാണ് കേട്ടോ. ഈ ന്യൂസിനകത്ത് ഒത്തിരി ദുഷ്ടതരങ്ങളൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് പറയും അവന് മെൻ്റലാണ്. വേറെ ഇപ്പൊ കള്ളു കുടിച്ചിട്ട് വേറൊരു വീട്ടിൽ പോയി കയറുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ തന്നെയാണ് വരുന്നത് അല്ലേ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് വേറൊരു വീട്ടിൽ പോയാണ് കയറുന്നത്. വേറെ ഒരു വീട്ടിലെ സ്ത്രീക്കിട്ട് പോയി അടിക്കാറുണ്ടോ? ഇല്ല. അതൊക്കെ അപ്പം മെൻ്റലാണോ അഭിനയമല്ലേ എന്ന് പറഞ്ഞോടൊക്കെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ എന്ന് പറഞ്ഞോടൊക്കെ. ഇന്ന് എനിക്ക് പറ്റിയത് ശരിക്കും അൽഷിമേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. ഇന്നലെ വൈകിട്ടും അതെയായിരുന്നു. ഇന്നലെ വൈകിട്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടർ അടിച്ച് വെള്ളമെല്ലാം ചെടിക്കൊക്കെ ഒഴിച്ചു, താഴെ പയറിനും ഒക്കെ ഒഴിച്ചിട്ട്. എന്നിട്ട് എനിക്ക് തോന്നി വെള്ളം കുറഞ്ഞതുകൊണ്ടൊക്കെ തോന്നി. ഞാനപ്പം അതിനെല്ലാം ഒഴിച്ചിട്ട് കയറി വന്നു. പൈപ്പ് ഓഫ് ആക്കാണ്ട് വന്ന് മോട്ടർ ഓണാക്കി. മോട്ടർ നിറഞ്ഞപ്പം വെള്ളം വീണപ്പം ഞാൻ മോട്ടർ ഓഫാക്കി. ലാസ്റ്റ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിക്കാത്തിരുന്നു. ചേട്ടായി വന്നു കഴിഞ്ഞപ്പോൾ കുളിക്കാനായിട്ട് പോയിട്ട് ടാപ്പ് വന്നിട്ട് വെള്ളമില്ല. ഞാൻ പറഞ്ഞു പിന്നെ ഞാനൊരു ഇച്ചിരി മുമ്പല്ലേ അടിച്ച് നിറച്ചത്, പിന്നെ ചേട്ടായാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ അടിച്ച് നിറച്ചതാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടി വെള്ളമില്ല, ശാലം പോലും വെള്ളമില്ല, നീ വെള്ളം അടിക്കാൻ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ വെള്ളം അടിച്ചു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഓസ് തുറന്നിൻ്റെ അവിടുത്തെ പൈപ്പ് തുറന്നിട്ട് അടച്ചിരുന്നത്. അതിനല്ലേ പറയുന്നേ, അതിന് പറയുന്നതാണോ ആ പേരൊക്കെ? ദൈവമേ, അൽഷിമേഴ്സ് പറയുന്നത് ഭയങ്കര രോഗമാണല്ലേ. പറവി നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അറിയാണ്ടും ഓർമ്മയില്ലാണ്ടും ഒക്കെ നശിച്ചു പോയാലത്തെ അവസ്ഥ എന്താവും? അതുകൊണ്ടൊക്കെ എന്നെ ഇന്ന് രാവിലെ എണീറ്റിട്ട് പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടെന്ന് പറയും. ഇന്നലെ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ നല്ല ഒരു കുക്കിംഗ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അത് കുറേ സമയം എടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്തതായിരുന്നു. നല്ല അടിപൊളി പാൽക്കപ്പയും ഉണ്ടാക്കി, മട്ടൻ കുറുമയും ഉണ്ടാക്കി. കുറേ സമയം എടുത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കി. ചേട്ടായി വന്നപ്പോൾ കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടായിക്ക് പല്ലുവേദന ആയിരുന്നുകൊണ്ട് ഇന്നലെ ഫുഡ് ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. കഞ്ഞി കൊടുത്തിട്ടും പിന്നെ ഓട്സ് കുറുക്കി കൊടുത്തിട്ടും ഒന്നും വിശപ്പ് പോകുന്നില്ല. ആൻറ്റിബയോട്ടിക് കൊണ്ട് കഴിച്ചുകൊണ്ടായിരിക്കാം വിശപ്പേ എന്ന് പറയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് ഓർത്ത് ആ കറക്റ്റ് സമയത്ത് ചേട്ടായി പിന്നെ ആട്ടർച്ചി മേടിച്ച് കൊടുത്തു വിട്ടു. എന്നാൽ പിന്നെ കപ്പയും ഉണ്ടായിരുന്നു, ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തു. നല്ല അടിപൊളിയായിട്ട് പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര സമയം എടുത്താണ് വീഡിയോ എടുത്തത്. അത് എത്ര സമയം കഴിഞ്ഞാണ് ഞാനത് എഡിറ്റ് ചെയ്തതെന്നറിയോ? എല്ലാം ചെയ്ത് പിന്നെ ചേട്ടായി വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടായി ഇന്നലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പല്ലുവേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുകൂടെയുള്ള ഇൻട്രോ ഒക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു വീഡിയോ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എന്തായിരുന്നറിയോ, ചേട്ടായി പോയ ഉടനെ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെ സേവ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി പണി ചെയ്താൽ മതി എന്നോർത്തുകൊണ്ട് 7:30 ആയപ്പോൾ തുടങ്ങി ഇരുന്നിട്ട് 8:30 എഡിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ഇട്ടു. സമയം എത്ര എടുക്കുന്നുണ്ടെന്ന് ഓർത്തോണം. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിനിടയ്ക്ക് എന്നെ 2-3 പേര് കോൾ വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം എമർജൻസി കോളൊക്കെ 2-3 പേര് വിളിച്ചിട്ട് എന്നെ ഫോൺ കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ചേട്ടാനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോടൊക്കെ സിന്ധുവിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ചേട്ടൻ എന്ത് പറഞ്ഞു, ഉള്ള ഇതെല്ലാം കൂടെ കിടക്കുമല്ലേ, നിന്റെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേനെ ഇന്നലെ മുതൽ വിളിച്ചിട്ടെല്ലാം പരിധിക്ക് പുറത്ത് സ്വിച്ച് ഓഫ് ഇങ്ങനെയൊക്കെ പറയണല്ലോ. ഞാൻ എൻ്റെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ് ആടി, എന്നെ ചെയ്യാനാടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഒരു കാര്യം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓണാക്കി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അതിനകത്ത് ഒത്തിരി വീഡിയോസ് ഒക്കെ കിടക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അമ്മയാണോ ഞാനാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇനി അതെല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കി നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഊഞ്ഞാലെ പോയിരുന്ന് ഊഞ്ഞാലൊക്കെ അടിക്കൊണ്ട് എല്ലാ വീഡിയോസിൻ്റെ അങ്ങ് ഡിലീറ്റ് ആക്കി. അപ്പം എഡിറ്റ് ചെയ്തത് സേവായി തീർന്ന് അപ്ലോഡ് കൊടുത്തിട്ടില്ലായിരുന്നു. സേവായി കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കിയാൽ പോകും. അപ്ലോഡ് ആയി കഴിഞ്ഞതായിരുന്നു വൈറ്റി സ്റ്റുഡിയോയ്ക്ക് അത് പോയി കിടന്നിരുന്നാൽ പോകത്തില്ലായിരുന്നു. എന്നെ ചെയ്യാനാ? ഇന്നത്തെ കഷ്ടപ്പാട് ഫുള്ള് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് ചെയ്ത്
എല്ലാം ചെയ്തിട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അത് റീസെൻ്റ്ലി വീഡിയോ ഡിലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് യൂട്യൂബേഴ്സിനൊക്കെ അറിയാം, ഫോൺ മാനേജർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്, അതിനകത്ത് പോയി ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ ഒരിടത്തുനിന്നും ഇനി എടുക്കാൻ നിർവാഹമില്ല. എനിക്കറിയത്തില്ല, വേറെ വല്ല ഒത്തിരി ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്നെ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിരുന്നു, നല്ലതായിരുന്നു. അതുതന്നെയല്ല നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ആസ്വദിച്ചായിരുന്നു കഴിച്ചതും. ചേട്ടയെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിച്ചതാണ്. പക്ഷേ വെറുതെ ആയിപ്പോയി, എന്നാ ചെയ്യാനാ. അൽഷിബേഴ്സ് ആണോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇന്നലത്തെ വെള്ളത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ ചേട്ടായും പറഞ്ഞുകൊണ്ട് കുറേ ചിരിച്ചു നിലവായിട്ട്. അതാണ് ചേട്ടായി പറഞ്ഞാൽ പറമ്പിൽ തന്നെ പോയതുകൊണ്ട് സാരമില്ല, ഈ വേനൽക്കാലം ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അങ്ങോട്ട് തന്നെയായിരുന്നു. നേരത്തെ ഉണ്ടല്ലോ, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-2.5 വർഷം മുമ്പൊക്കെ എനിക്ക് 3 സോസ്പാനാണ് എൻ്റെ കത്തിപ്പോയത്. സത്യം, നമ്മുടെ മനസ്സേ വേറെയുള്ള ലെവലിലോട്ടൊക്കെ പോയി നമ്മൾ ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല എന്നാ ആവരുത് തോന്നുന്നത്. അന്നത്തെ കാര്യം ഗ്യാസും ഇൻഡക്ഷനും ഒക്കെ വലിയ ആപത്തും അപകടവും പിടിച്ചതാണ്. ഗ്യാസേ വെച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ തറയോട് ഇളക്കാൻ വന്നപ്പോഴാണ്, കഴിഞ്ഞ വർഷം ഈ മാസത്തിലെങ്ങാണ്ടാണ് തോന്നുന്നത്. അതിന് മുമ്പും പോയി. ലാസ്റ്റത്തെ പ്രാവശ്യം മെയ് മാസം പോയത് തറയോട് ഇടാൻ വേണ്ടി ഇളക്കാനായിട്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് വന്നവർക്ക് അന്നേരം ഞാൻ ചായ ഇട്ടുകൊണ്ട് ഇപ്പോഴാണ് വന്ന് ബെല്ലടിച്ചത്, എനിക്കുള്ള ചായ. അപ്പം ഞാനും ഉണ്ടായിരുന്നു, കുമാരിച്ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ചായ അവിടെ വെച്ചിട്ട് അവരോട് പോയി വർത്താനം പറഞ്ഞു നിന്നു. ലാസ്റ്റ് അവർ അളക്കുകയും പറക്കുകയും എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് കയറി വന്നപ്പോൾ പെരക്കകത്തിട്ട് കയറത്തില്ല, ഭയങ്കര പോക കഴിഞ്ഞ് പാത്രം പൊട്ടിത്തൊക്കെ കീറിപ്പോയ പോയി പാത്രം എന്ന് പറഞ്ഞോണക്ക്. നമുക്ക് സമാധാനം നമ്മുടെ മനസ്സിലോട്ട് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. അങ്ങനെ പറ്റിപ്പോകുന്നതാണ് ചില സമയങ്ങളിൽ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം കോളുകൾ വന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഒത്തിരി വീഡിയോസ് കിടക്കുമല്ലേ, അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഗുരുവായൂർ പോയതും അതിന് മുമ്പ് തുടങ്ങിയുള്ള തൊഴിലുറപ്പിന് പോയതിൻ്റെ ഒക്കെ കിടക്കുമായിരുന്നു. അതെല്ലാം ഡിലീറ്റ് ആക്കി. ഈ വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തല്ലോ, എന്നാൽ അതും വേണ്ടാന്ന് ഓർത്തുകൊണ്ട് അതും ഡിലീറ്റ് ആക്കി കളഞ്ഞു. പൊട്ടത്തരം എന്നാ പറയണ്ട, നല്ലൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഇതേപോണക്ക് പൊട്ടത്തരമൊക്കെ കാണിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അബദ്ധം പറ്റിയിട്ടിരുന്ന കാര്യമുണ്ടോ? എന്നാ ചെയ്യാനാ, പോയത് പോയി. ഇനി പറഞ്ഞിട്ട് അല്ലേ, എനിക്കത് എടുക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇനി പോയത് പോട്ടെ. ചേട്ടായി വരുമ്പം പറയുമ്പോൾ ഒറ്റ കുഴപ്പമില്ല, ശ്രദ്ധിക്കാഞ്ഞിട്ടാന്ന് പറയും. പക്ഷേ സത്യമല്ലേ അല്ലേ, നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതല്ലേ. അപ്പോൾ അങ്ങനെ എനിക്കൊരു വലിയ അബദ്ധം പറ്റി. അതുകൊണ്ട് ഇന്ന് പിന്നെ വേറെ ഇനിയിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ നോക്കും. കാര്യം ചേട്ടായി ഞാനും കൂടെ നല്ല ഹാപ്പി ആയിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. പോട്ടെ അല്ലേ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വേറെയുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇന്ന് ഞങ്ങളുടെ അസോസിയേഷൻ്റെ നല്ലൊരു സംഭവത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ്. നിങ്ങൾ നമ്മുടെ ഈ പരിസരക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദവും കൂടെയാണ്. അപ്പോൾ എന്നാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പോയി നോക്കാം. ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് പഠിപ്പിക്കണ്ടോ. അങ്ങനെ നല്ലൊരു ഉത്സവ കാഴ്ച കാണിക്കട്ടെ ഞാൻ. ചെണ്ടമേളമൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഇത് നോക്കി എന്നോ രസമല്ലേ, എന്ത് ലൈറ്റ് സെറ്റിങ്സ് ആണ് ഇതൊക്കെ. ഒരു ഭയങ്കര അല്ലേ, കണ്ണിന് കാണുമ്പോൾ നല്ല സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിനകത്തുണ്ടല്ലോ ഭയങ്കര സൗണ്ടും നോയ്സും ഒക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞു മക്കളുടെ കയ്യിൽ നിന്ന് വേണ്ട ബലൂണൊക്കെ പൊങ്ങി വരുന്നത്. ഇത്ര ഭംഗിയാണ് ശരിക്കും.
ശരിക്കും എന്നാ പറയുന്നത് അമ്പലത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഗോപുരം പണിത് വച്ചേക്കുന്ന പോണൊക്കെ ഉണ്ടല്ലേ. എത്ര ഭംഗിയാ. ഇതൊക്കെ ഓരോ മനുഷ്യരുടെ കയ്യാലെ ചെയ്യുന്ന പരിപാടികളല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇന്നത്തെ ഒരു കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ എത്ര കണ്ട് വികസിച്ചു എന്ന്. പക്ഷേ ഒരു പരിധിവരെ എല്ലാം നല്ലതാണ്, അത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചീത്തയാണ് അല്ലേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫോണും ടി വിയൊക്കെ വന്നതിന് ശേഷം, ഒത്തിരി കമ്പ്യൂട്ടറും ഒക്കെ വന്നതിന് ശേഷം ഒത്തിരി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടി ഉപരി ചീത്ത കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടല്ലേ. എൻ്റെ ദൈവമേ, ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയും കാര്യങ്ങളും ഒക്കെ ആകുന്നുണ്ട്. ഇത് നോക്കുക എന്ത് കൂട്ടാണെന്ന്. കാവടി. രാവിലെ ദോശ ഉണ്ടാക്കാൻ പോകാം, ദോശയെ സംബന്ധിക്കും കേട്ടോ. ചേട്ടായോട് ഇച്ചിരി 2 കരിയാപ്പില പറിച്ചു തരാൻ പറഞ്ഞു. അന്നേരം ഇങ്ങനെ ഒടിച്ചെടുത്തു പറയാം, ഇങ്ങനെ ഒടിച്ചെടുത്താലേ കരിയാപ്പില ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഒടിച്ചു വിടണമെന്നാണ് തോന്നുന്നത്. ഞാൻ ഒടിക്കുക ഇങ്ങനെ അടത്തിയൊക്കെ എടുക്കും കൂടുതലും. പിന്നെ ഈ കാന്താരിയും പറിച്ചു. ഒന്നും ചൂടുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കാപ്പി കുടിച്ചിട്ട് കടയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ടേ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാതെ പോയിട്ടുണ്ടേ. പാവം പോയി. ഞാനേ ഇച്ചിരി പണിയായിരുന്നു, നേരത്തിനും പോയി. നമ്മുടെ മുളകൊക്കെ ഇട്ടെടുത്ത വെയിലെല്ലാം പോയി. അവനെയൊക്കെ ഒന്ന് എടുത്ത് നാളെയും കൂടി ഇച്ചിരി നേരം വെയിൽ കൊള്ളിച്ചിട്ട് വേണം പൊടിപ്പിക്കാൻ. അപ്പോൾ ഇപ്പം ഞാനിവിടെ പോകുന്നറിയോ, വേസ്റ്റ് കളയാൻ പോവാണ് കേട്ടോ. വേസ്റ്റ് കളയുന്ന എവിടെയാണെന്നറിയോ, കാണിച്ചു തരാവേ. കാച്ചിൽ പറിച്ചിട്ട് 2 കുഴി എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ സജി. അപ്പം ഞാൻ അതിനകത്തോട്ട് കൊണ്ടുപോയി എല്ലാം സ്റ്റോക്ക് ചെയ്തിടുക. ചാണകവും അതുപോലൊക്കെ തന്നെ ചാരവും ഇങ്ങനെ കിട്ടുന്ന വേസ്റ്റ്, ഉള്ളി, സവോളത്തൊലി, അങ്ങനെ എല്ലാം കൊണ്ടിടും, മുട്ടത്തോട് ഒക്കെ. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നടുമ്പം ഇതങ്ങോട്ട് കോരിയിട്ട് കൊടുത്താൽ വളമായിക്കോളും. എന്നാ രസം അത് നോക്കിയേ. ഞാനേ വെള്ളം ഒഴിക്കുവാണേ, ഇതിനൊക്കെ വെള്ളം ഒഴിക്കുമോ കൊടിക്കൊക്കെ. അപ്പം നല്ല രസം. ഇങ്ങനെ കാണുമ്പോൾ അത്രയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഉണ്ടല്ലോ വീഡിയോയ്ക്കകത്ത് അല്ല, ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല രസം. ആ മലയുടെ താഴേന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നു. നല്ല ഫുള്ളമ്പളിയമ്മാവൻ. പക്ഷേ ചില സ്ഥലം വെയിൽ പോണക്ക് തോന്നില്ലേ. വെയിലല്ല കേട്ടോ, ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ്. എൻ്റെ ദൈവം നല്ല ഭംഗി. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു. ഞാനും ലൈറ്റൊക്കെ ഇട്ടിട്ടേ ഈ വെള്ളം ഒഴിച്ചിട്ട് കയറി പോകാൻ ഓർത്തുകൊണ്ട് കയറി. അപ്പോൾ നമ്മുടെ ഇവിടെ ഒട്ടിച്ച സ്റ്റിക്കറിന് വലിയ കുഴപ്പമില്ല. ഇവിടെ ഒട്ടിച്ച സ്റ്റിക്കർ എപ്പോഴും താഴെ വീഴ്ചയാണ് കേട്ടോ. ഇപ്പം ഞാൻ വീണ്ടും പശയൊക്കെ ഒട്ടിച്ച് അവിടൊന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പോകാം. ഭയങ്കര കാറ്റാണ് കേട്ടോ. ജനലൊക്കെ തുറന്നിട്ടേ, പക്ഷേ കാറ്റ് ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, രാവിലെ മിറ്റം തൂത്തിട്ടില്ല. എന്നാന്നറിയോ, ഭയങ്കര കാറ്റായിരുന്നു. ഇച്ചിരി കാറ്റ് കുറയട്ടെ എന്ന് ഓർത്തുകൊണ്ടിരിക്കുമോ ഞാൻ. ഭയങ്കര കാറ്റ്. ഇത് ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ മുളകും മല്ലിയൊക്കെ കൊണ്ടുപോയി വെയിലത്ത് ഉണങ്ങാനായിട്ടിട്ടു. ഉണ്ടോ, ഇന്ന് നമുക്ക് ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും കൊണ്ടുപോയി പൊടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് വന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഒരിടയ്ക്ക് നമുക്ക് വന്നുകൊണ്ടിരുന്നത് 2500 3000 ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം തേണ്ട ഒരു 700 650 700 800 മുകളിലോട്ട് പോയില്ലായിരുന്നു. അത് പോയിട്ട് ഇപ്പം തേണ്ടേ 978 രൂപ. 1000 രൂപയ്ക്ക് എന്നെ കുറവുണ്ട്. അത്രയും വന്നു കേട്ടോ. എന്നാന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അപ്പുറത്തുകാർ വർക്ക് ചെയ്തിട്ട് ഭയങ്കര പൊടിയായിരുന്നു നമ്മുടെ ആ പെയിൻ്റ് അടിച്ച് തറ കൂടിയിട്ടടുത്തൊക്കെ. അപ്പോൾ നമ്മൾ കാർ വാഷ് എടുത്തുകൊണ്ട് വന്ന് അവിടെയൊക്കെ ഒത്തിരി പ്രാവശ്യം മോട്ടർ അടിച്ച് കഴുകി. അതാ പറ്റിയെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ വേറെ കറണ്ടൊന്നും സാധാ ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറം ഉപയോഗിച്ചില്ല. അപ്പം അതാന്ന് തോന്നുന്നു. എന്തായാലും ഈ പ്രാവശ്യം ശ്രദ്ധിക്കണം, എൻ്റെ ദൈവമേ. അപ്പം ഞാൻ വീണ്ടും അവനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റാർ ഫ്രൂട്ടും ഈ കുഞ്ഞിക്കുരുവികൾക്കും അവിടെ ഇരിക്കാൻ കഴിയത്തില്ല, എപ്പോഴും ചാട്ടമാണ്. അപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്. ഇതുണ്ട്, അടുക്കളയൊക്കെ കിടക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ചാക്ക് കീറിയതാണേ. എന്തിനാണെന്നറിയോ, മുളകും മല്ലിയൊക്കെ വെയിലത്തിടാൻ വേണ്ടിയിട്ട്. അതന്നേരം എന്തേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതായി. പിന്നെ എൻ്റെ പെരയെല്ലാം ഒന്ന് തൂക്കണം. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉപ്പുതറ സൗത്ത് റെസിഡൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ഞായറാഴ്ച ഒരു സൗജന്യ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ്. 9 മണി തൊട്ട് 2 മണി വരെയാണ്. തൊടുപുഴ ഒരു ഹോസ്പിറ്റലിലെ നല്ല പ്രശസ്തരായിട്ടുള്ള നല്ല ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. കുറേയധികം കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് പറ്റും. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും. നമ്മുടെ രോഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ.
എന്നാ പറയുന്നത് ബ്ലഡ് ഷുഗർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാണെന്നറിയോ, ഞാൻ ഈ ഫോണിനകത്തല്ലേ ആ വാട്സപ്പിനകത്ത് വന്നത്, അതും ഞാൻ ഈ പറഞ്ഞ കണക്ക് നോക്കിയപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ കുറേ രോഗങ്ങൾക്കൊക്കെ ഉള്ള ഇതുണ്ട്. മൊത്തം സൗജന്യമായിട്ട് മരുന്നും കാര്യങ്ങളും ഒക്കെ കിട്ടും. ആരും മറക്കണ്ട. അപ്പം നമ്മുടെ ഈ പരിസരത്തുള്ളതും അപ്പുറത്തെ പഞ്ചായത്തിലും ഇപ്പുറത്തെ പഞ്ചായത്തിലും ഒക്കെ ഉള്ളവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. വന്ന് ഈ നല്ലൊരു ഇത് കാര്യത്തിൽ ഉൾക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച മറക്കണ്ട, ഈ വരുന്ന ഞായറാഴ്ച 9 മണി തൊട്ട് 2 മണി വരെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ശിവു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി സൺഡേ വേറെ പരിപാടിയൊന്നും വെച്ചേക്കല്ലേ, സൺഡേ ഉച്ച വരെ വന്നേക്കണേ, നിങ്ങളൊക്കെ വോളണ്ടിയർമാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്, നീ ഒന്ന് ഓടെ ഇറക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. ഇന്നിപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, എടി വെച്ചേ വന്നേക്കണേ 9 മണിയാകുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനും അവിടെ കാണും. അപ്പോൾ ഈ ഒരു ക്യാമ്പിനോടനുബന്ധിച്ച് നല്ല എന്നാ പറയുന്നത് കുറേ വിശിഷ്ട വ്യക്തികളുടെ കുറേ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. അത് ഒരു വലിയ സന്തോഷമായിട്ട് കാണുന്നു. കാരണം നമ്മുടെ യൂപ്പേറയിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചത് ആദ്യമായിട്ടാണ്. അതുപോലൊക്കെ തന്നെ അതിനകത്തൊരു അംഗമാകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ ചേട്ടായി ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാന്നറിയോ, ചേട്ടായുടെ വാട്സപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ വാട്സപ്പല്ല കൊടുത്തിരിക്കുന്നത്, ഇതിങ്ങനെ ഫോൺ ഹാങ് ആകുന്നതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പം അതിനകത്തോട്ടാണ് ഈ അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ചേട്ടായാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ ചേട്ടായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിലും നല്ല അത്യാവശ്യം എഡ്യൂക്കേഷനും നല്ല പൊസിഷനിലും ഒക്കെ ഇരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് നമുക്ക് അംഗമാകാൻ പറ്റുകയും ഒക്കെ പറ്റിയത് ഒരു നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് തന്നെയല്ല, നല്ല മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ അറിവും കാര്യങ്ങളും ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മളും പങ്കാളികളാകുമ്പോഴേ, നമ്മളും അവരോട് ചേർന്ന് നിൽക്കുമ്പോഴും നമുക്കും നല്ല കാര്യങ്ങൾ കിട്ടും അല്ലേ. അപ്പം ഒത്തിരി നല്ല ഒരു ഇതിലാണ് ഞങ്ങളുടെ അസോസിയേഷൻ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. തുടങ്ങിയതേ ഉള്ളെങ്കിലും അപ്പം നല്ലൊരു വൻ വിജയമായിട്ട് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു എന്നാ പറയുന്നത് ഒരുമയുള്ള ഒരു സംഘടന ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിന് ഇപ്പം തന്നെ നല്ല തുടക്കങ്ങളാണ് കണ്ടുവരുന്നത് കേട്ടോ. അപ്പം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത് കേട്ടോ. വലിയ മണ്ടത്തരമായിപ്പോയെന്നേ, വീഡിയോയും ഡിലീറ്റാക്കി കളഞ്ഞിട്ടേ ആകെപ്പാടെ ഒരു എന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കാം. പിന്നെ എനിക്ക് നമ്മുടെ ഒരു ഫാമിലിയിലുള്ള നമ്മുടെ സ്വന്തം ഒരാൾ കുറേ ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ, അത് എവിടുത്തെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല. എനിക്ക് വീഡിയോസ് ഇട്ട് തന്നിട്ടുണ്ട്. നല്ല ചെണ്ടകൊട്ടും നല്ല അടിപൊളി പരിപാടിയൊക്കെ കണ്ടു. അപ്പം ഞാൻ നോക്കട്ടെ, അത് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇച്ചിരി ആഡ് ചെയ്തേക്കാം. പിന്നെ തൊണ്ട എന്നാണെന്നറിയോ, ഞാൻ മല്ലി കഴുകി ഉണങ്ങാനിട്ടിട്ടില്ലേ, അപ്പോൾ ഞാൻ 5-6 മല്ലി ചുമ്മാ എടുത്ത് കഴിച്ചേ. പണ്ടൊക്കെ ഈ നെഞ്ചെരിയുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അമ്മയൊക്കെ ചുമ്മാ മല്ലി എടുത്ത് കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ മല്ലി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. പക്ഷെ ഓരോ ദിവസവും തിളപ്പിക്കണം. പിറ്റേ ദിവസത്തേനാകുമ്പോഴത്തേനും നമ്മൾ വളിച്ചു പോവും അങ്ങനെ. അപ്പോൾ 5-6 മല്ലി എടുത്ത് കഴിച്ചാൽ ഇപ്പോൾ ഈ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ ഒരുമാതിരി അതിനൊരു തരിതിരിപ്പില്ലേ. പക്ഷെ നല്ലൊരു ടേസ്റ്റാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പച്ചമല്ലി കഴിക്കാനായിട്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു രുചിയാണ്, മായമോദകം, പച്ചമല്ലി, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ചവച്ചിറക്കാനായിട്ട്. അപ്പം അതാണിങ്ങനെ കിറാന്ന് വെക്കുന്നത്. പിന്നെ എന്നാ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഡിസംബറിൽ പോലും ഇത്രയും തണുപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. രാവിലെ എണീറ്റാൽ ഒരു 9:30 ആകാത്ത കഥ ഓർക്കാൻ തോന്നത്തില്ല. സത്യമായിട്ടും അത് ഈ ഊണൊക്കെ തണുപ്പാണ്. കൈയും കാലും എല്ലാം വിറച്ച് കൊച്ചി പോകും. അതാ ഈ പല്ലുവേദനയുടെയും ചെവിവേദനയുടെ ഒക്കെ പ്രശ്നം കൂടുന്നത്. തണുപ്പ് കൂടുമ്പോഴത്തേക്കും അങ്ങനത്തെ വേദനകളൊക്കെ ഇളകുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി മുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിപ്പിക്കാനായിട്ടൊക്കെ ഉപ്പുകാർക്കൊക്കെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് 2 ദിവസം നമ്മളിവിടുന്ന് മാറി നിന്നിട്ട് എല്ലാം ഒന്ന് അലങ്കോലപ്പെട്ട് ഇതൊക്കെയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി പിറക്കി നീറ്റാക്കി കുട്ടപ്പനാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉപ്പുകറിക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ ഒരു വിശേഷമൊക്കെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എന്താ ചെയ്യാനാ, നല്ല വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. സോറി. ഇനിയിപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. കാരണം ഉണ്ടാക്കിയത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതെല്ലാം പോയില്ലേ. അതുകൊണ്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം മട്ടനും മേടിച്ച് പാൽക്കപ്പയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോട് ഒന്ന് ഇടിച്ചു കൊടുത്തു തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും ടാറ്റാ.